ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഈ ഒരു ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ചിക്കനിൽ ഇതുപോലെ വെള്ളമൊക്കെ വരും കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടെ തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗമൊക്കെ വെന്ത ശേഷമാണ് കേട്ടോ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കേണ്ടത്. വീണ്ടും നന്നായിട്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് ഗ്രേവിയൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ എടുക്കാം. ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ സെർവ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.